ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ 28 ദിവസത്തെ ചലഞ്ചിലെ ഡേ 7 പ്രാക്ടീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഡേ 7 പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ മാജിക് വേ ഔട്ട് ഓഫ് നെഗറ്റിവിറ്റി എന്നതാണ്. അതായത് നെഗറ്റിവിറ്റിയിൽ നിന്ന് മോചിതരാവാനുള്ള മാന്ത്രിക വഴി. നിങ്ങളുടെ ലൈഫിലെ നെഗറ്റിവിറ്റി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ മാറ്റുന്നതാണ് ഡേ 7 പ്രാക്ടീസ് ഫോക്കസ് ചെയ്യുന്നത്. ഈ പ്രാക്ടീസിലൂടെ നമ്മുടെ മൈൻഡ് സെറ്റ് ട്രാൻസ്ഫോർമേഷൻ, എനർജി ഷിഫ്റ്റിംഗ്, പോസിറ്റീവ് ഔട്ട്കംസ് അട്രാക്ട് ചെയ്യുക എന്നിവയ്ക്കെല്ലാം സഹായിക്കുന്ന പവർഫുൾ എക്സസൈസ് ആണ്. ഡേ 7 പ്രാക്ടീസിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന നെഗറ്റിവിറ്റിയിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുക എന്നതാണ്. ഈ പ്രാക്ടീസിലൂടെ ചലഞ്ചുകളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം സൊല്യൂഷനിലേക്കും പോസിറ്റീവ് റിസൾട്ടിലേക്കും ഫോക്കസ് ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ പ്രാക്ടീസ് എങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഡേ 1 തുടങ്ങിയിട്ട് ഡേ 3 വരെയുള്ള പ്രാക്ടീസുകൾ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത് വീണ്ടും ഞാൻ പറയാണ്, അത് മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രാക്ടീസിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റിക്ക് കാരണമാക്കുന്ന സിറ്റുവേഷനോ പേഴ്സണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസോ ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം ഐഡന്റിഫൈ ചെയ്ത ആ പ്രോബ്ലം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ജേണലിൽ എഴുതുക. എത്രത്തോളം ക്ലിയർ ആയിട്ട് എഴുതാൻ സാധിക്കുമോ അത്രത്തോളം ക്ലിയർ ആയിട്ട് തന്നെ എഴുതണം, വിത്ത് നിങ്ങളുടെ ഇമോഷൻസ്. സത്യസന്ധമായി തന്നെ നമ്മുടെ ഇമോഷൻസ് എഴുതണം. ഇത് നിങ്ങളെ സ്വയം കുറ്റപ്പെടുത്താനല്ല, പകരം നിങ്ങൾക്ക് സ്വയം ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാനാണ് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത്. അതിനുശേഷം എത്ര നല്ല രീതിയിൽ അത് സോൾവ് ചെയ്യാൻ സാധിക്കുമോ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതിനെക്കുറിച്ച് ചിന്തിച്ചതിന് ശേഷം ആ സൊല്യൂഷൻസിന് ഗ്രേറ്റ്ഫുൾ ആയിരിക്കാനുള്ള 10 കാരണങ്ങൾ നമ്മൾ എഴുതുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലം ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എഴുതാം: എൻ്റെ ലൈഫിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി, അല്ലെങ്കിൽ എൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അൺഎക്സ്പെക്റ്റഡ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ലഭിച്ചതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും എഴുതാം. നിങ്ങൾക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സോഴ്സ് ലഭിച്ചതോ അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വന്നതോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നതിന് 10 കാരണങ്ങൾ നിങ്ങൾ എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് ലഭിച്ച സൊല്യൂഷനെ പറ്റി ചിന്തിച്ചുകൊണ്ട് 10 തവണ മനസ്സറിഞ്ഞ് നന്ദി പറയുക. പ്രോബ്ലം ഓൾറെഡി സോൾവ് ആയതായിട്ട് വിഷ്വലൈസ് ചെയ്ത് ആ ഒരു സന്തോഷവും ആശ്വാസവും ഫീൽ ചെയ്യുക. പിന്നെ നിങ്ങൾ എപ്പോഴൊക്കെ പ്രോബ്ലംസിനെ കുറിച്ച് ചിന്തിക്കുന്നോ അപ്പോഴൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് ആ നെഗറ്റിവിറ്റിയെ റീപ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് അന്നേ ദിവസം നടന്ന ഏറ്റവും മികച്ച അനുഭവത്തിന് മാന്ത്രികക്കല്ല് കയ്യിൽ പിടിച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് നന്ദി പറയുക. ഈ പ്രാക്ടീസിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് ലഭിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കീ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. 1, നമ്മുടെ ഇമോഷൻസ് ആണ് നമ്മളുടെ റിസൾട്ടിനെ ബൂസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഗ്രേറ്റ്ഫുള്ളോടുകൂടി ഈ പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ രണ്ടാമത്തത്, ഗ്രാറ്റിറ്റ്യൂഡ് ചുമ്മാ ഒരു ദിവസം വെറുതെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടില്ല. നമ്മളുടെ ഉള്ളിൽ എനർജി ഷിഫ്റ്റിങ്ങിന് ഒരു ടൈം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി ഈ പ്രാക്ടീസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മൂന്നാമത്തത്, നെഗറ്റിവിറ്റി ലെറ്റ് ഗോ ചെയ്യുക. അതായത് പ്രോബ്ലംസിലോട്ട് കൂടുതൽ ഫോക്കസ് കൊടുത്ത് അതിലോട്ട് മുങ്ങിപ്പോവാണ്ട് അതിനുള്ള സൊല്യൂഷനെ പറ്റി നിങ്ങൾ ചിന്തിക്കുക. പിന്നെ ഈ പ്രാക്ടീസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാവുന്ന റിസൾട്ടുകൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മെന്റൽ ആൻഡ് ഇമോഷണൽ സ്റ്റേറ്റിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അതേപോലെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സൊല്യൂഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നെത്തും. പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാനും സമാധാനവും വിശ്വാസവും വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ പ്രാക്ടീസ് നിങ്ങളെ സഹായിക്കും. ഈ പ്രാക്ടീസ് നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റിയിൽ നിന്ന് പുതിയ സാധ്യതയിലേക്കും വളർച്ചയിലേക്കും നിങ്ങളെ നയിക്കും. അതുകൊണ്ട് എല്ലാവരും ഉഷാറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.